നോ പറയാൻ പേടിയുള്ള പേരൻ്റ് ആണോ നിങ്ങൾ? ഫോർ എക്സാമ്പിൾ, അമ്മേ ചോക്ലേറ്റ് വേണമെന്ന് കുട്ടി പറയുമ്പോൾ ഓക്കെ മോനെ ആ ചോക്ലേറ്റ്, ഒരു 10 മിനിറ്റ് കൂടി ഞാൻ TV കണ്ടോട്ടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ ഓ ശരി മോനെ ഒരു 10 മിനിറ്റ് കൂടി കണ്ടോട്ടോ. കുട്ടി സന്തോഷിക്കണം എന്നാഗ്രഹിച്ച് നമ്മൾ എല്ലാത്തിനും യെസ് പറഞ്ഞാൽ ശരിക്കും അതൊരു നല്ല പേരൻറ്റിങ് ആണോ, അതോ ഇത് സ്നേഹക്കൂടുതലിൻ്റെ പ്രശ്നമാണോ? അങ്ങനെ സ്നേഹക്കൂടുതലുണ്ടായി എന്തൊക്കെ ദൂഷ്യഫലങ്ങളാണ് ആ കുട്ടിക്ക് ഉണ്ടാവാൻ പോകുന്നത്? അതോ ഇതൊരു ബൗണ്ടറീസ് ഇല്ലാത്ത പേരൻറ്റിങ് ആണോ? ഓക്കെ, കം ടു ദ പോയിന്റ്. നമ്മളിന്ന് പെർമിസീവ് പാരൻറ്റിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോയിൽ ഞാൻ പല സ്ഥലത്തായിട്ട് കുഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാരൻസ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പേരൻറ്റിനോട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. പെർമിസീവ് പാരൻറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കരുതും കുട്ടിയെ സ്നേഹിക്കുന്ന പേരൻ്റാണ്. അതിൽ തെറ്റില്ല. ആക്ച്വലി പെർമിസീവ് പേരൻസ് പലപ്പോഴും കുട്ടികളോട് ഭയങ്കര വാംതുള്ളവരായിരിക്കും. അവർ കുട്ടികളുടെ ഫീലിങ്സ് മനസ്സിലാക്കും. അവർ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ഒരു ഫ്രണ്ട്സിനെ പോലെയൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അവർക്ക് മിസ്സിങ് ആയിരിക്കും. അതായത് അവർക്ക് ക്ലിയർ ബൗണ്ടറീസ് ഉണ്ടാവില്ല. മിക്ക കാര്യത്തിലും സേഫായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലിയർ ബൗണ്ടറീസ് അവരുടെ പാരൻറ്റിങ്ങിൽ വളരെയധികം കുറവായിരിക്കും. റൂൾസൊക്കെ സെറ്റ് ചെയ്താൽ തന്നെ കുഞ്ഞ് അപ്സെറ്റ് ആകുന്നു എന്ന് കണ്ടാൽ തന്നെ പെർമിസീവ് പാരൻസ് അത് ബൗണ്ടറീസ് പിൻവലിക്കും. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഇവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷേ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബൗണ്ടറീസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഞാനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. സാധാ വീട്, രാത്രി 9 മണിയായി, അമ്മ പറയുന്നുണ്ട് മോനോട് മോനെ ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുക, നമുക്ക് ഉറങ്ങാം. മോൻ എന്തായിരിക്കും പറയുക? ആസ് യൂഷ്വൽ 10 മിനിറ്റ് കൂടി അമ്മേ ഞാനൊന്ന് കണ്ടോട്ടെ പ്ലീസ്. അപ്പോൾ അമ്മ പറയും ഓക്കെ മോനെ ഒരു 10 മിനിറ്റ് കൂടി അമ്മ ഇപ്പം തിരിച്ചു വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുമ്പോൾ മോൻ പറയും അമ്മ ഒരു 5 മിനിറ്റ് കൂടി, ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ വീഡിയോ. ഓക്കെ മോനെ ഒരു 5 മിനിറ്റ് കൂടി, മോനെ അത് കണ്ടു കഴിഞ്ഞാൽ ഓഫ് ചെയ്യണം കേട്ടോ. അടുത്ത വരുമ്പോഴും കുട്ടി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അമ്മ അതിങ്ങനെ, അപ്പോൾ ബെഡ് ടൈം ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അവരുടെ പേരൻറ്റ് കുട്ടിയെ സ്നേഹിക്കുന്നില്ലേ? ഒബ്വിയസ്ലി സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം എന്താണ്? പ്രോബ്ലം ഇവിടെ സ്നേഹമല്ല, മറിച്ച് ലിമിറ്റോ അല്ലെങ്കിൽ ഒരു ബൗണ്ടറിയോ സെറ്റ് ചെയ്യാൻ പേരൻസിന് പറ്റാതായി പോകുന്നതാണ് ഇവിടുത്തെ ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പം കുട്ടി ഇതിൻ്റെ ഒരു ദൂഷ്യവശം എന്താണെന്ന് വെച്ചാൽ കുട്ടി പഠിക്കുവാണ്, കരഞ്ഞാൽ എൻ്റെ അമ്മ റൂൾസ് മാറ്റും. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമാണ്. പിന്നത്തേക്ക് ഇപ്പോഴത്തെ നമ്മൾ കുഞ്ഞു കാര്യങ്ങളിൽ വലിയ പ്രശ്നമാവില്ലെങ്കിലും ഭാവിയിൽ ഇത് വലിയൊരു പ്രശ്നമായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കേട്ടിട്ട് പേരൻസിന് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാം. അങ്ങനെയാണെങ്കിൽ ഞാൻ കുട്ടിയുടെ ഫീലിങ്സിന് ഇഗ്നോർ ചെയ്യണോ? കുട്ടി കരഞ്ഞാൽ നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരിക്കണോ? അങ്ങനെയല്ല. പെർമിസീവ് പേരൻറ്റ് ശരിയാകുമ്പോൾ അവരൊരു സ്ട്രിക്റ്റ് പേരൻ്റ് ആവണം എന്നല്ല, ഞാൻ പറയുന്ന അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യൂ, അങ്ങനെയല്ല. കുട്ടിയുടെ ഫീലിങ്സ് ഒക്കെ അക്സെപ്റ്റ് ചെയ്ത്, പക്ഷെ അവരുടെ ഡിമാൻഡ്സ് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ ഫോണിൻ്റെ കാര്യം തന്നെ എടുത്താൽ കളിക്കണം നമുക്ക് മനസ്സിലായി, പക്ഷെ ബെഡ് ടൈം അല്ലേ മോനെ, ഇനിയിപ്പോൾ കളിക്കണ്ട, ഇനി നാളെ കാണാം, നമുക്ക് ഉറങ്ങാനുള്ള സമയത്ത് നമ്മൾ ഉറങ്ങണം എന്നുള്ളത് അവിടെ പറയാം. ഹെൽത്തി ആയിട്ട് ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് ആ കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വേണ്ടത്. ഇനി ഞാൻ ഇന്നലെ പറഞ്ഞ അതോറിറ്റേറ്റീവ് പാരൻറ്റിങ്ങും പെർമിസീവ് പാരൻറ്റിങ്ങും തമ്മിലുള്ള ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ വരുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒരു കുട്ടി സൂപ്പർ മാർക്കറ്റിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുവാണ്, ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞിട്ട്. കുട്ടി തറയിൽ കിടന്ന് ഉരുളുന്നോ എല്ലാം ചെയ്യുന്നു. അപ്പോൾ ആദ്യം പെർമിസീവ് പാരൻ്റ് ആണെങ്കിൽ കുഞ്ഞിങ്ങനെ ചെയ്തു തുടങ്ങുമ്പോഴേ ഇല്ല മേടിച്ചു തരാം, ഇതാ മോനെ ചോക്ലേറ്റ് എന്നാ മേടിച്ചോ എന്ന് പറയും. പക്ഷെ അതോറിറ്റേറ്റീവ് പാരൻ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കുഞ്ഞിനോട് അവിടെ ഒരു ഫേം ആയിട്ട് പറയുന്നുണ്ടാവും ചോക്ലേറ്റ് വേണം നമുക്ക് അറിയാം, പക്ഷേ ഇന്ന് നമ്മൾ വാങ്ങുന്നില്ല. അപ്പോൾ കുഞ്ഞ് തീർച്ചയായിട്ടും കരയും, ടാൻട്രംസ് കാണിക്കും, കിടന്ന് നിലത്തുരുളും, ബാക്കിയുള്ളവരൊക്കെ ശ്രദ്ധിക്കും. ഇപ്പോൾ അതോറിറ്റേറ്റീവ് പാരൻ്റ് ആയിട്ടുള്ളൊരു പേരൻറ്റ് കുഞ്ഞിനോട് അവരെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ നിനക്ക് വിഷമം വരുന്നുണ്ടെന്നറിയാം, പക്ഷേ നമ്മളൊന്നും ചോക്ലേറ്റ് വാങ്ങുന്നില്ല. മോൻ കരഞ്ഞോ, അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും, കരഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പോവാം എന്നുള്ളത് അവിടെ പറയാം. അവിടെ ഇമോഷൻ അക്സെപ്റ്റഡ് ആണ്, ബൗണ്ടറി സ്റ്റേ ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെ കുട്ടി കാണിച്ചാലും അവിടെ ബൗണ്ടറി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ പെർമിസീവ് പേരൻറ്റിൽ കുഞ്ഞ് കരഞ്ഞ് ടാൻട്രംസ് കാണിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ബൗണ്ടറീസ് അവിടെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് പാരൻസ് പെർമിസീവ് ആകുന്നത്? സിമ്പിളാണ്. പാരൻസ് അമിതമായിട്ട് കെയർ ചെയ്യുന്നത് നമ്മളെ സ്നേഹം കൂടുതൽ കൊണ്ടാണ്, കുഞ്ഞിനോട് ഉള്ള സ്നേഹം കൊണ്ടാണ് പെർമിസീവ് പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില പേരൻസ് ആലോചിക്കുന്നത് ഞാൻ കഷ്ടപ്പെട്ടതുപോലെ എൻ്റെ കുഞ്ഞ് കഷ്ടപ്പെടാൻ പാടില്ല, ഞാൻ ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് പാരന്റ് ആകില്ല, അതുപോലെ എനിക്ക് കുഞ്ഞ് കരയുന്നത് കാണാൻ കഴിയില്ല എന്നാലോചിക്കുന്നവരുണ്ടാവും. ഇതല്ലാണ്ട് വേറൊരു ടൈപ്പ് ആൾക്കാർ, അവർക്ക് ബിസിയാണ്, ഭയങ്കര തിരക്കുകൾ കാരണം കുഞ്ഞിനോട് അപ്പോൾ ഷൗട്ട് ചെയ്യാനോ അപ്പോൾ അവരോട് നെഗോഷിയേറ്റ് ചെയ്യാനോ കഴിയാത്തത് കൊണ്ട് അവർ എന്ത് വന്നാലും സമ്മതിച്ചു കൊടുക്കുന്നു. ഇനി ചിലരാണെങ്കിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനായിട്ടായിരിക്കും കുഞ്ഞുമായിട്ട് വഴക്കിടാൻ വയ്യ, വയ്യ, കുഞ്ഞിനുമായിട്ടൊരു സ്നേഹബന്ധം അതുപോലെ തന്നെ നിലനിർത്തണം, അല്ലെങ്കിൽ വഴക്കിട്ടാൽ അവൻ എന്നെ സ്നേഹിക്കാതാവുമോ എന്നുള്ളൊരു പേടിയിലെല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന പേരൻസും ഉണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ പുറകിലോട്ട് ചിന്തിച്ച് ഈ കാരണങ്ങളൊന്നും നിങ്ങളൊരു ബാഡ് പേരന്റ് ആയതുകൊണ്ട് ചെയ്യുന്നതല്ല. ആക്ച്വലി നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്.
പക്ഷെ ഒരു വശം ആലോചിച്ച് നോക്കൂ, നിരാശകളിൽ നിന്നും മാറ്റി നിർത്തുമല്ലേ ആക്ച്വലി ഈ ചെയ്യുന്നത്. കുഞ്ഞ് വളരുമ്പോൾ നിരാശകൾ അറിഞ്ഞ് വളർന്നില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഈ ഡിസപ്പോയിൻമെൻറ്റ്സ് ലൈഫിൽ വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള ധൈര്യം കാണില്ല. ഈ കുഞ്ഞു കുഞ്ഞു ഡിസപ്പോയിൻമെൻറ്റ്സ് നമ്മൾ റിയൽ ലൈഫിൽ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ വരുന്ന ഡിസപ്പോയിൻമെൻറ്റ്സും നന്നായിട്ട് തന്നെ മാനേജ് ചെയ്യാൻ പഠിക്കും. വേറൊരു തെറ്റായ കാര്യം കുഞ്ഞ് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു എക്സാമ്പിൾ നമ്മൾ സ്ക്രീൻ ടൈം പറയുവാന്ന് വിചാരിക്കുക. സ്ക്രീൻ ടൈമിൽ 20 മിനിറ്റ് കൂടി എന്ന് പറയുന്നു, അമ്മ സമ്മതിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വീണ്ടും 5 മിനിറ്റ്, ഇതിങ്ങനെ ചോദിച്ചു പോകുന്നു. അപ്പോൾ കുഞ്ഞ് എന്താ പഠിക്കുന്നത്? ഞാൻ കരഞ്ഞു കഴിഞ്ഞാലോ ഞാൻ നിർബന്ധിച്ചാലോ എൻ്റെ അമ്മ എനിക്ക് സമ്മതിച്ചു തരും. അപ്പോൾ കുഞ്ഞ് ചെയ്യുന്നത് ഒരു മാനിപ്പുലേഷൻ അല്ല, ഒരിക്കലും മനഃപൂർവ്വം അല്ല. പക്ഷെ കുഞ്ഞ് ചെറുതിലെ പഠിച്ച കാര്യമാണ്. ഞാൻ ചോദിച്ചാൽ അമ്മയോ അച്ഛനോ അത് ചെയ്തു തരും എനിക്ക്. ഇതിനെങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ റൂൾസ് സെറ്റ് ചെയ്യുക. ആദ്യമേ പറഞ്ഞു കൊടുക്കുക, ഇന്ന് ഞാൻ 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇത്ര പെർട്ടിക്കുലർ ടൈം മാത്രമേ ഞാൻ മൊബൈൽ തരുവുള്ളൂ വീഡിയോ കാണാനായിട്ട്. അതിന് ആ ടൈം ഒരു 20 മിനിറ്റ് ആണെങ്കിൽ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ട്രാൻസിഷൻ പോലെ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുക. ഇനി 5 മിനിറ്റും കൂടെ ഉള്ളേ മോനെ എന്ന് പറയുക. അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കാതെ ഇന്നത്തെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഫോൺ തിരിച്ചു വാങ്ങുക. കുഞ്ഞ് കരയുമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് പോലെ വേറെ എന്തെങ്കിലും കളികളിലേക്ക് ഏർപ്പെടുത്തുവോ വേറെ എന്തെങ്കിലും ശ്രദ്ധ തിരിക്കാനായിട്ട് ചെയ്യുകയോ ചെയ്യാം. പക്ഷെ അവിടെ ഒരിക്കലും ഫോൺ നൽകരുത്. ഇത് നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ വേറൊരു രീതിയിലായിരിക്കും കുഞ്ഞ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ആഹാരം കഴിക്കാൻ നിർബന്ധിക്കുന്നു, കുഞ്ഞിന് ചോറ് വേണ്ട, കുഞ്ഞ് പറയും ചോക്ലേറ്റ് കഴിക്കാമെന്ന്. അപ്പോൾ പെർമിസീവ് പാരൻറ്റ് എങ്ങനെയായിരിക്കും റിപ്ലൈ കൊടുക്കുക? ഓക്കെ മോനെ ചോക്ലേറ്റ് കഴിച്ചോളൂ എന്ന് പറയും. പക്ഷെ അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല കുഞ്ഞിന്. അപ്പോൾ നമ്മൾ അവിടെ കുഞ്ഞിന് ചോയ്സസ് കൊടുക്കാം. നമുക്ക് വേറെ വെജിറ്റബിൾസ് ഉണ്ടെന്നോ ഫ്രൂട്ട്സ് ഉണ്ടെന്നോ മുട്ടയുണ്ടെന്നോ അങ്ങനെ ഒരു ചോയ്സസ് കൊടുക്കാം. പക്ഷെ അതിനുള്ളിൽ നിന്നുള്ള സെലക്ഷൻ മാത്രമേ അവർക്ക് അവൈലബിൾ ആക്കാവൂ. കുഞ്ഞ് അതിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ആഹാരം എപ്പോൾ വേണമെങ്കിലും വേണ്ടാന്ന് വെക്കാം. അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ളത് അമ്മ തരും, ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതെനിക്ക് അമ്മ തരും എന്നുള്ളൊരു വിചാരം കുഞ്ഞിലുണ്ടാവാൻ സാധ്യതയുണ്ട്. പെർമിസീവ് പാരന്റിങ് എന്നത് മിക്ക പേരൻസിനും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കുഞ്ഞിന് നോ പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വിഷമം അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്ന് നോ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്നെ ഇഷ്ടപ്പെടത്തില്ലേ, അവർ എന്നെ ഒരു സ്ട്രിക്റ്റ് പേരൻ്റായി കണക്കാക്കുമോ, കുഞ്ഞിന് ഭയങ്കര വിഷമാവോ എന്നൊക്കെ ആയിരിക്കും പേരൻ്റ് ഓർക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് കുഞ്ഞിനെ വിഷമിപ്പിച്ചു എന്ന് വെച്ചിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കുകയല്ല. നിരാശയെ അറിഞ്ഞ് വളരണം. ചില സമയത്ത് അതൊക്കെ വളർച്ചയുടെ ഒരു ഘട്ടമായിട്ട് കണക്കാക്കുക. അത് നമ്മളിപ്പോൾ ഒരു കളിപ്പാട്ടം കിട്ടിയില്ലെങ്കിൽ വരുന്ന വിഷമം, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം നമ്മൾ ഒഴിവാക്കി കൊടുക്കുമ്പോൾ ഉള്ള വരുന്ന വിഷമം, നമ്മൾ ഉറങ്ങണം എന്ന് പറയുമ്പോൾ ഉള്ള വിഷമം, ഇതൊക്കെ ജീവിതത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രാക്ടീസസ് ആണ്. നാളെ അവന് ഡിസപ്പോയിൻമെൻറ്റ് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് റിയൽ ലൈഫിൽ നമ്മൾ കൊടുക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ പെർമിസീവ് പാരൻറ്റിങ് ആണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, കുഞ്ഞു കാര്യങ്ങളിൽ വ്യത്യാസം വരുത്തി തുടങ്ങുക. അതായത് വീട്ടിലുള്ള മുഴുവൻ റൂൾസും ഒറ്റയടിക്ക് മാറ്റേണ്ടതില്ല. അല്ലെങ്കിൽ നാളെ പോയിട്ട് ഞാൻ ഇന്ന് മുതൽ ഞാൻ ഷൗട്ട് ചെയ്ത് ഞാൻ ഒന്നിനും വഴങ്ങില്ല, അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. കാരണം അത് കുഞ്ഞിനൊരു കൺഫ്യൂസ്ഡ് ആക്കും. ഇന്നലെ വരെ ഞാൻ എന്ത് ചോദിച്ചാലും സമ്മതിച്ച് തരുന്ന അമ്മ ഇന്ന് പെട്ടെന്ന് ഹിറ്റ്ലറിനെ പോലെ അയ്യോ ഇല്ല പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കുഞ്ഞിനത് പെട്ടെന്ന് അക്സെപ്റ്റബിൾ ആയി എന്ന് വരില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സ്ക്രീൻ ടൈം, ബെഡ് ടൈം, അതിൽ കുഞ്ഞു കുഞ്ഞു കറക്ഷൻസ് വരുത്തിക്കൊണ്ട് തുടങ്ങുക. ബിക്കോസ് കുഞ്ഞ് ചെറുതിലേ പഠിക്കുന്ന കാര്യമായിരിക്കും. അപ്പോൾ വലുതായി കഴിഞ്ഞാലും അവരുടെ മൈൻഡിൽ ഞാൻ നിർബന്ധിച്ചാൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇത് ചെയ്തു തരും എന്നുള്ളതാണ്. അന്ന് ചിലപ്പോൾ പല കാര്യങ്ങളും കോൺഫ്ലിക്റ്റിലേക്ക് നയിച്ചേക്കാം പേരൻസും കുട്ടികളുമായിട്ടുള്ള. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതിന് മുന്നേ ഇതെല്ലാം കറക്റ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് അവിടെ മെയിൻറ്റെയിൻ ആയി പൊക്കോളും. അതുപോലെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഇന്ന് പെർമിസീവ് പാരന്റിംഗ് ഒക്കെ നിർത്തിയിട്ടാണെങ്കിലും നെഗോഷിയേഷൻ ഒഴിവാക്കുക. ബിക്കോസ് നമ്മൾ ഒരു വട്ടം നോ പറഞ്ഞു, കുഞ്ഞ് വീണ്ടും വന്ന് പ്ലീസ് പറയുന്നു, നമ്മളൊരു 5-6 വട്ടം നോ പറഞ്ഞു, പക്ഷെ പ്ലീസ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം ഒരു യെസ് പറയാണ്ടിരിക്കുക. നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക, കൺസിസ്റ്റൻ്റ് ആയിരിക്കുക റൂൾസിൽ. നമ്മൾ എനിക്ക് മനസ്സിലായി മോനെ എൻ്റെ ആൻസർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് നോ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലായി, പക്ഷെ അത് തന്നെയാണ് എൻ്റെ ഉത്തരം, ഇനി എത്ര വട്ടം ചോദിച്ചാലും അത് തന്നെയാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറയുക. പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കാണ്ടിരിക്കുക അതിൽ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ചിലൊരു പ്രശ്നം പറ്റാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ചിലർ പെട്ടെന്ന് ഓവർ സ്ട്രിക്റ്റ് ആയി കളയും ചില പേരൻസ്. അതായത് ഇന്ന് മുതൽ പെർമിസീവ് പാരൻറ്റിങ് നിർത്തി എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് ആവണം എന്ന് വെച്ചിട്ട് ചില പേരൻസ് പോയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കാണിക്കും. അതും ഹെൽത്തി അല്ല. ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾ അയ്യോ അമ്മ ഹിറ്റ്ലർ ആയോ എന്ന് വിചാരിക്കും. അവർക്ക് കാമായിട്ട് കൺസിസ്റ്റൻ്റ് ആവുന്ന ഒരാളെയാണ് വേണ്ടത്. റൂൾസ് ക്ലിയർ
ആയിരിക്കണം, കോൺസിക്വൻസസ് പറഞ്ഞു കൊടുക്കുക. അതുപോലെ പേരൻസ് എല്ലായ്പ്പോഴും കൊടുക്കുന്ന റെസ്പോൺസ് ഒരേപോലെ ആയിരിക്കണം, അതായത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഇനി ഒരു ഡൗട്ട് വരാം നിങ്ങൾക്ക്, നമ്മൾ ഈ റൂൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന് ടാൻട്രംസ് വന്ന വാശി, ദേഷ്യം, കരച്ചിലൊക്കെ കാണിച്ചാൽ ഒരു പേരൻ്റ് എന്ന നില എങ്ങനെ ബിഹേവ് ചെയ്യണം? അപ്പോൾ ഇവിടെ പേടിക്കരുത്, അതായത് കുഞ്ഞ് ടാൻട്രംസ് തുടങ്ങി വാശി കാണിക്കുന്നു, ദേഷ്യം വരുന്നു എന്നൊക്കെ പറഞ്ഞ് പേടിക്കരുത്. ബിക്കോസ് പെർമിസീവ് പേരൻറ്റിംഗ് ആയിട്ട് നിങ്ങൾ ഇത്രയും നാൾ ചെയ്ത് വന്നത് ചിലപ്പോൾ പെട്ടെന്ന് കൊച്ചിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബൗണ്ടറീസ് അവിടെ നമ്മൾ മാറ്റരുത്. നമ്മൾ പറഞ്ഞ കാര്യം അങ്ങനെ തന്നെ ആയിരിക്കുക. ഔട്ട് ചെയ്യരുത് കുഞ്ഞിനോട്, കുഞ്ഞിന് ലെക്ചറിങ് കൊടുക്കരുത്, അവരോട് ക്ലോസ് ആയിട്ട് സ്റ്റേ ചെയ്യുക. നമുക്ക് പറയാം അത് അപ്സെറ്റ് ആണെന്ന് എനിക്കറിയാം, അമ്മ ഇവിടെ തന്നെ ഉണ്ട്, മോൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷേ ആൻസർ മാറില്ല. കംഫേർട്ട് ചെയ്യുക കൊച്ചിനെ, പക്ഷെ നമ്മൾ അവിടെ ബൗണ്ടറി നമ്മൾ മാറ്റേണ്ട കാര്യം ഇല്ല. അപ്പോൾ പെർമിസീവ് പാരന്റിങ്ങിൽ നിന്ന് നമ്മളൊരു ഹെൽത്തി പാരന്റിലേക്ക് മാറാൻ ഉള്ള ഗോൾഡൻ ഫോമുല പറഞ്ഞുതരാം. നമ്മൾ കണക്ട് ചെയ്യുക കുഞ്ഞുമായിട്ട്, അതായത് ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു എന്ന് കുഞ്ഞിന് ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക, പക്ഷേ ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഇതാണ് ഇന്നത്തെ ബൗണ്ടറി, ഈ ഒരു ബൗണ്ടറിക്ക് അപ്പുറം അല്ലെങ്കിൽ ഇതൊരു നോ ആണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുക. അതിനോട് നീതി പുലർത്തുക, സ്റ്റേ കൺസിസ്റ്റന്റ്. അതുപോലെ കുഞ്ഞിന്റെ ഇമോഷൻസിനെ പരിഗണിച്ച് അവരെ കംഫർട്ട് ചെയ്യുക, അവരെ സമാധാനിപ്പിക്കുക. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ലവ് വിത്തൗട്ട് ലിമിറ്റ്സ് അല്ല, ലിമിറ്റ് വിത്ത് ലവ് ആണ്. ഒരു പേരന്റ് ആയിട്ട് നമ്മൾ എന്തായാലും കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതാണ് സ്വാഭാവികം, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഒരു ഹാപ്പി ആയിട്ടുള്ള കുഞ്ഞല്ല പാരന്റിങ്ങിന്റെ ഗോൾ എന്ന് പറയുന്നത്. കുഞ്ഞ് ഡിസപ്പോയിൻമെന്റോ അല്ലെങ്കിൽ നിരാശ അനുഭവിച്ചാലും അത് കാമാവാൻ അവർ പഠിക്കണം. നോ കേട്ടാലും റിലേഷൻഷിപ്പ് സേഫ് ആണ് എന്നുള്ളൊരു ബോധം വരണം. റൂൾസ് ഫോളോ ചെയ്യാനും സ്വന്തമായിട്ട് ചോയ്സസ് എടുക്കാനും ഫ്രസ്ട്രേഷൻസ് ഹാൻഡിൽ ചെയ്യാനും പഠിക്കണം. അതുകൊണ്ട് അടുത്ത തവണ എന്തെങ്കിലും കുട്ടി ആവശ്യപ്പെട്ട് കരഞ്ഞാൽ ഉടനെ തന്നെ കരയണ്ട, നമുക്ക് ഞാൻ ചെയ്തു തരാം എന്ന് പറയുന്നതിന് മുന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെൻ്റെ കുട്ടിക്ക് ശരിക്കും വേണ്ടതാണോ, അതോ എൻ്റെ കുട്ടി അപ്സെറ്റ് ആകരുത് എന്നുള്ളതിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നതാണോ? അവിടെ നിന്നാണ് പാരന്റിങ് മാറി തുടങ്ങുന്നത്. ആവശ്യമായിടത്ത് നോ പറയാനും പഠിക്കുക. ലവ് മേക്സ് എ ചൈൽഡ് ഫീൽ സേഫ്. പക്ഷേ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നതിലൂടെ സെക്യൂർ ആകാനും അവർ പഠിക്കും. ഞാൻ ഡോക്ടർ അമീന എസ്, മദർ ആൻഡ് സൈക്യാട്രിസ്റ്റ്. ഇന്ന് നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ സീരീസിന്റെ 3ാമത്തെ എപ്പിസോഡായ പെർമിസീവ് പാരന്റിങ് ആയിരുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആണ്. എപ്പോഴും റൂൾസ് മാത്രം, ഒബീഡിയൻസ് മാത്രം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള പേരൻസ് എന്ന് പറയുന്ന പാരന്റിങ് സ്റ്റൈൽ അത് കുട്ടിയുടെ കോൺഫിഡൻസിനെയും പേരൻറ് ചൈൽഡ് റിലേഷൻഷിപ്സിനെയും എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി പാരന്റിങ്. ബൈ, ടേക്ക് കെയർ.